ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ സിനിമകൾ ഉൾപ്പെടെ വിവിധ സിനിമകളുടെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുതുതായി ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമകൾക്കൊന്നും തന്നെ യാതൊരു വിധത്തിലും ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത പെണ്ണും പൊറാട്ടും എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. രാജേഷ് മാധവൻ, റീന രാധാകൃഷ്ണൻ, സുഭാഷ് ചന്ദ്രൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമയ്ക്ക് വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 32 ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുക്കാനായത്. 4-ാം ദിവസം എന്ന തിങ്കളാഴ്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ 5 ലക്ഷം റേഞ്ചിൽ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 36-37 ലക്ഷം റേഞ്ചിൽ മാത്രമാണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളത്. അരുൺലാൽ രാമചന്ദ്രൻ തിരക്കഥ സംവിധാനമായ സുഖമാണോ സുഖമാണ് എന്ന സിനിമയും ഫെബ്രുവരി 13 വെള്ളിയാഴ്ച തിയേറ്ററെത്തിയിരുന്നു. മാത്യു തോമസ്, ദേവിക സജ്ജയ്, നോബി മാർക്കോസ്, മണിക്കുട്ടൻ, സ്ഫടികൻ ജോർജ്, ജഗദീഷ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 47 ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 10 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 57 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ 4 ദിവസത്തെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അബ്ദുൽ ഷൈൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സ്പാ. വിനീത് തട്ടിൽ, ശ്രുതി മേനോൻ, രാധിക രാധാകൃഷ്ണൻ, സിദ്ധാർത്ഥ് ഭരതൻ, പ്രശാന്ത് അലക്സാണ്ടർ എന്നിങ്ങനെ വമ്പൻ താരനിരയുള്ള ഈ സിനിമയ്ക്ക് കേരളത്തിൽ 3 ദിവസം കൊണ്ട് 11 ലക്ഷം രൂപ മാത്രമാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. 4-ാം ദിവസം എന്ന തിങ്കളാഴ്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ 2 ലക്ഷം രൂപ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സിനിമയും ദയനീയമായി കൂപ്പുകുത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ബൈജു എഴുപുന്ന കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാന, അഭിനയം എന്നിവ നിർവഹിച്ച കൂടോത്രം എന്ന സിനിമ ഫെബ്രുവരി 13 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. സലിംകുമാർ, ശ്രീനാഥ് വാസി, ആലൻ സീർ, വീണ നായർ എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് 11,65,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് തിങ്കളാഴ്ചയിലെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 14 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. രാജീവ് മുരുകൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് മൈ ലോഡ്. എം ശശികുമാർ, ചൈത്ര ജെ ആചാർ, ആശാ ശരത്ത് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 3,76,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമയ്ക്ക് 3 ദിവസം കൊണ്ട് 1,85 ലക്ഷം രൂപയാണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ഫെബ്രുവരി 13 തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ തമിഴ് സിനിമയാണ് പൂക്കി. വിജയ് ആന്റണി നിർമ്മിച്ച് ഗണേഷ് ചന്ദ്ര തിരക്കഥ, ഛായാഗ്രഹണം, സംവിധാനം നിർവഹിച്ച ഈ സിനിമയിൽ വിജയ് ആന്റണി, അജയ് ദിഷൻ, ആർ കെ ധനുഷ, പാണ്ഡ്യരാജൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 3,80,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ 3 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി ഈ സിനിമയ്ക്ക് 60 ലക്ഷം രൂപ മാത്രമേ നേടിയെടുക്കാനായിട്ടുള്ളൂ. വേൾഡ് വൈഡ് കളക്ഷൻ 80 ലക്ഷം രൂപയുമാണ്. മതൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് വിത്ത് ലവ്. അഭിഷാന്ത് ജീവന്ത്, അനശ്വര രാജൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ആദ്യ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 27,30,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ 10 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 23,30 ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് 3,25 ലക്ഷം രൂപയുമാണ്. വേൾഡ് വൈഡ് കളക്ഷനായി 10 ദിവസം കൊണ്ട് 26,55 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 13 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ആവറേജ് അഭിപ്രായം മാത്രം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ഓ റോമിയോ. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 3 ദിവസം കൊണ്ട് ഈ സിനിമ 34,30 ലക്ഷം രൂപയാണ് നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 40,10 ലക്ഷം രൂപയുമാണ്. വിദേശത്ത് നിന്ന് $1.14 മില്യൺ, അതായത് 10,40 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 50,50 ലക്ഷം രൂപയാണ് ഓ റോമിയോ എന്ന സിനിമ ലോകമെമ്പാടുമായി ആദ്യ 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 125 കോടി രൂപയാണ്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ പ്രകമ്പനം എന്ന സിനിമ 3-ാമത്തെ തിങ്കളാഴ്ച കൂടിയ 18 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 17 ദിവസം കൊണ്ട് കേരളത്തിൽ 12,05 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,01 ലക്ഷം രൂപയുമാണ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യൻ കളക്ഷനായി ഈ സിനിമ 17 ദിവസം കൊണ്ട് 13,06 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് $600,000, അതായത് 5,44 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 18,50 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിരിക്കുന്നത്. 18-ാം ദിവസം എന്ന തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 30-35 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 18 ദിവസം കൊണ്ട് കേരളത്തിൽ 12,35 ലക്ഷം റേഞ്ചിലും ഈ സിനിമ എത്തിച്ചേർന്നിട്ടുണ്ട്. ജയറാം നായകനായി ഡി പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയത് മികച്ച കളക്ഷനായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ആശകൾ 1000. ചിത്രം 2-ാമത്തെ തിങ്കളാഴ്ച കൂടിയ 11 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രം ഇന്നലെ വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ 5,45 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 20-25 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 5,70 ലക്ഷം റേഞ്ചിലാണ് ആദ്യ 11 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ 7.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ഇന്ദ്രൻസ് പ്രധാന താരമായി ജോൺ പോൾ ജോർജ് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 5 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ആശാൻ. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 11 ദിവസം കൊണ്ട് കേരളത്തിൽ 1,37 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,85 ലക്ഷം രൂപയുമാണ്. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായി റിയാസ് മാരാത്ത് തിരക്കഥ സംവിധാനം ചെയ്ത അനോമി എന്ന സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ 2,25 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ 10 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3 കോടി റേഞ്ചിലുമാണ്. ജനുവരി 23 തിയേറ്ററിലെത്തിയ ലാൻഡ്രോയിഡ് എന്ന കന്നഡ സിനിമയുടെ 24 ദിവസത്തെ കളക്ഷൻ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിനിമ 8,01 ലക്ഷം രൂപയാണ് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 8-10 കോടി റേഞ്ചിലാണ്. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് 2025 ഒക്ടോബർ 31 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാള സിനിമയാണ് DS. ഈ സിനിമയുടെ കേരള, റെസ്റ്റ് ഓഫ് ഇന്ത്യ, വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്.
കേരളത്തിൽ 38 കോടി 23, കർണാടകയിൽ 5 കോടി 30, തമിഴ്നാട്ടിൽ 3 കോടി 34, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 1 കോടി 9, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 1 കോടി 61 എന്നിങ്ങനെ 49 കോടി 57 ലക്ഷം രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $3.76 മില്യൺ, അതായത് 33 കോടി 46 ലക്ഷം രൂപ. അങ്ങനെ 83 കോടി 3 ലക്ഷം രൂപയാണ് ഈ സിനിമ ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.